എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് 50 വർഷങ്ങൾക്ക് മേലെയായി ജ്യോതിഷവും പൂജകാര്യങ്ങളും ചെയ്യുന്ന ബ്രഹ്മശ്രീ രാമകൃഷ്ണ സ്വാമിയുടെ അടുത്താണ്. അദ്ദേഹത്തിൽ നിന്നും ഈ ജ്യോതിഷ സംബന്ധമായ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സ്വാമി, ഈ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. നിലവിളക്ക് കൊളുത്തുന്നത് സാധാരണ സന്ധ്യാസമയങ്ങളിലാണ്. സന്ധ്യ പ്രധാനമായിട്ട് രണ്ടാണുള്ളത്. ഒന്ന് പ്രഭാത സന്ധ്യയും മറ്റൊന്ന് അസ്തമയ സന്ധ്യയുമാണ്. ഇതിൽ കൂടുതൽ ആളുകളും അസ്തമയ സന്ധ്യയിലാണ് നിലവിളക്ക് കൊളുത്തി അതിനെ തുടർന്നുള്ള ആരാധനാക്രമങ്ങൾ നടത്തുന്നത്. വിളക്ക് പഴയ ആചാരമനുസരിച്ച് വീടിൻ്റെ കന്നിസ്ഥാനങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിനുവേണ്ടി പ്രത്യേക മുറികളും സജ്ജീകരണങ്ങളും ഒരുക്കി പടങ്ങളും മറ്റും വെച്ച് അലങ്കരിച്ച് വിളക്ക് പടത്തിൻ്റെ മുന്നിൽ വിളക്ക് വെച്ച് പീഠത്തിലോ മറ്റുമാകാം തിരിയിട്ട് വിളക്ക് കത്തിച്ച് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന കാര്യം പറഞ്ഞുവെങ്കിൽ തന്നെ ശുദ്ധിയും വൃത്തിയും വളരെ പ്രധാനമാണ്. നിലവിളക്ക് കഴുകിത്തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അത് തുടങ്ങേണ്ടത്. അത് പ്രത്യേകം ഓർമ്മയിരിക്കേണ്ട സംഗതി കൂടിയാണ്. നിലവിളക്കിൽ തിരിയിടുന്നതിന് ജ്യോതിഷശാസ്ത്ര സംബന്ധമായിട്ടൊരു നിയമമുണ്ട്. വർത്തിർ എന്ന് വെച്ചാൽ തിരി എന്നാണ് അർത്ഥം. അപ്പോൾ ഏകവർത്തിർ ഒരു തിരി മാത്രമാണ് എങ്കിൽ ഏകവർത്തിർ വ്യാധിയെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സങ്കടം ഉണ്ടാക്കും, ദുരിതങ്ങൾ ഉണ്ടാക്കും. ഏകവർത്തിർ മഹാവ്യാധി, ദ്വിവർത്തിർ മഹദ്ധനം. രണ്ട് തിരി ധനത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. അവ രണ്ട് തിരി ഉത്തമമാണ്. ത്രിവർത്തിർ മോഹമാലസ്യം. മൂന്ന് തിരി മോഹത്തെയും ആലസ്യത്തെയും, ആലസ്യം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ശരീരത്തിൻ്റെ വിവശതയും, മോഹം എന്ന് വെച്ചാൽ ദാഹവും പരവേശവും മറ്റ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ആ മോഹത്തിന് പറയാം. അപ്പം ത്രിവർത്തിർ മോഹമാലസ്യം. അപ്പം മൂന്ന് തിരി തൃപ്തികരമല്ല. പിന്നീട് 4 തിരിയാണ്. ചതുർവർത്തിർ ദരിദ്രത. 4 തിരിയിട്ട് കത്തിക്കുന്നിടത്ത് നിന്ന് ദാരിദ്ര്യം ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ 4 തിരിയും തൃപ്തികരമല്ല. പഞ്ചവർത്തിർ ഭദ്രം സ്യാം. 5 തിരി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ്. പഞ്ചഭൂതങ്ങളുടെ സൗഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹവും എല്ലാം അതിൽ അന്തർലീനമായിട്ട് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത്. വിളക്കിൽ തിരിയിട്ട് കത്തിക്കുന്നത് പ്രധാനമായിട്ട് 2 തിരിയോ 5 തിരിയോ ഇട്ട് കത്തിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വാമി, ഈ ധന ഐശ്വര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം? ധനൈശ്വര്യത്തിന് ധനത്തിൻ്റെ ദേവത പ്രധാനമായിട്ട് നമ്മൾ മഹാലക്ഷ്മിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹങ്ങളും അമ്മയുടെ കീർത്തനങ്ങളും വിശേഷിച്ച് പരാശക്തിയുടെ നാമങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വിശേഷിച്ച് രാവിലെ അഥവാ വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ദിനചര്യകളെല്ലാം ചെയ്ത് കുളിച്ച് വൃത്തിയായി വന്നിട്ട് വിളക്ക് ശുദ്ധിവൃത്തിയോടുകൂടി വിളക്ക് കത്തിച്ച് ഈശ്വര ധ്യാനവും നാമങ്ങളും ജപിക്കുകയും തത്സംബന്ധമായിട്ടുള്ള അനുഗ്രഹം ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഉണ്ടാകും. സ്വാമി, മിക്ക ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പം നമ്മളൊരു യാത്ര പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി, അപ്പോൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുടെ പരീക്ഷ സമയം, അല്ലെങ്കിൽ നമ്മളൊരു ശുഭ കാര്യത്തിന് പോവുകയാണ്, ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഈ ശകുനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശകുനം മോശമായാൽ ആ പോകുന്ന വഴിക്ക് ആ കാര്യം നടക്കില്ലെന്നും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയണേ.
ശകുനം നമുക്ക് യാത്രാസമയത്ത് കാണിച്ചു തരുന്ന വരാനിരിക്കുന്ന ശുഭാശുഭങ്ങളുടെ ശുഭ അശുഭങ്ങളുടെ ദൃഷ്ടാന്തമായ ഫലമാണ് കാണിക്കുന്നത്. ജ്യോത്സ്യത്തിൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വീണ വേണു മൃദംഗ ശംഖ പടകധ്വാനം ചവേരീരവം ഈ പദ്യം അനുസരിച്ച് ശകുനത്തിന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ വീണ വേണു എന്ന് വെച്ചാൽ ഓടക്കുഴൽനാദം മുതൽ സ്ത്രീകളുടെ ഗമനം, ഐശ്വര്യപ്രദമായ മറ്റു കാര്യങ്ങൾ, കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങൾ കാണുക, ഇതൊക്കെ വളരെ തൃപ്തികരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ദുർശകുനങ്ങളായ വെണ്ണീറും വിറകെണ്ണയും വിറകും ചൂലും ദണ്ഡി മുണ്ടിതൻ അംഗഹീന വിധവാൻ നൽപ്പാം പിരുമ്പാതുരാൻ വെണ്ണീർ, ചാരം, വിറക്, എണ്ണ, ദർഭ, ചൂല്, മുറം, അതുകണക്ക് തന്നെ കഴുത, പൂച്ച, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന പല കാര്യങ്ങളും ദുശകനങ്ങളെ കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ദുരിതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു വിധമായ സംശയങ്ങളുമില്ല. ദുശകനങ്ങൾ നമുക്ക് ആപത്തും ഉണ്ടാകും. അതിനാൽ ശകുനത്തെ നമ്മൾ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി നല്ല ശകുനം കണ്ട് യാത്ര തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാമി, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ നമ്മളുടെ മക്കളുടെ പഠനവും മക്കളുടെ ബുദ്ധിവികാസവും പഠനവും അതിന് സംബന്ധമായ കാര്യങ്ങൾ. ഈ ജ്യോതിഷ സംബന്ധമായി കുട്ടികളുടെ പഠനത്തിനും ബുദ്ധിവികാസത്തിനും ഉള്ള പരിഹാര ക്രിയകളൊക്കെ എന്താണ് ഒന്ന് പറഞ്ഞു തരണേ. കുട്ടികൾക്ക് ഒരു ജീവിത ക്രമം അല്ലെങ്കിൽ ഒരു ചിട്ടയായ ജീവിതം നമ്മൾ ആവിഷ്കരിച്ച് കൊണ്ടുവന്നിരിക്കണം. വിശേഷിച്ച് കുട്ടികളെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രമിക്കുക. വിശേഷിച്ച് 6 മണിക്ക് മുൻപ് തന്നെ കുട്ടികൾ ഉണർന്നിരിക്കണം. ഉണർന്നാൽ ശരീരശുദ്ധിയും ദന്തശുദ്ധിയും നാക്കിൽ സരസ്വതി സ്ഥിതി ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് നാക്ക് പഠിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മയിരിക്കണം. അങ്ങനെ ശുദ്ധികളെല്ലാം വരുത്തിയതിന് ശേഷം കുഞ്ഞുങ്ങളെ അവനവൻ പഠിക്കുന്ന ഈശ്വരസ്തുതിക്ക് ശേഷം അവനവൻ പഠിക്കുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് അവര് വായിച്ച് പഠിക്കുകയോ നിങ്ങൾക്കറിവുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് ശീലിപ്പിച്ച് മുന്നോട്ട് വരികയും നല്ല ജീവിതക്രമങ്ങൾ അവരെ അനുസരിപ്പിക്കുകയും അതുകണക്ക് തന്നെ ബുദ്ധിക്ക് വികാസം കൊടുക്കുന്നതായ ഒരു മഹാമന്ത്രമാണ് ഗായത്രി മന്ത്രം. എന്താണത്? ഓം ഭൂർഭുവസ്വ തൽസദൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. അവ ഈ 3 ലോകങ്ങളിലുള്ള സകലവിധമായ ദുരിതങ്ങളെയും മാറ്റി അവനവൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയുടെ വികാസത്തെ പ്രകാശിപ്പിക്കുന്നതായ ഗായത്രി മന്ത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് എന്തെങ്കിലും മന്ദതയോ മറ്റു കാര്യങ്ങളോ അനുഭവപ്പെട്ടാൽ ഈ ഗായത്രി മന്ത്രം 1 തുടവോ 2 തുടവോ വെള്ളമെടുത്തിട്ട് ഈ മന്ത്രം ജപിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും ബുദ്ധിക്ക് വികാസവും നല്ല വിദ്യാഭ്യാസ രീതിയും പരീക്ഷയിൽ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും അവർക്കുണ്ടാകുന്നതാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. സ്വാമി, എനിക്ക് സ്വാമിയുടെ അടുത്തായിട്ട് ചോദിക്കാനുള്ളത്, ഒരു വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒന്നാണല്ലോ വിവാഹം. ഈ വിവാഹ നടക്കാതിരിക്കുന്നത് പലരുടെയും ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. അതൊരു വലിയ എന്തുവാ പറയുന്നത്, ചൊവ്വയെന്ന് പറയുന്ന നക്ഷത്രം വളരെ ദോഷകാരകനായി നിൽക്കുന്നു. ചൊവ്വ ദോഷമുള്ളവർക്ക് വിവാഹം ഒരിക്കലും നടക്കില്ല. അതിനൊരു യാതൊരു പരിഹാരവുമില്ല. ചൊവ്വയുള്ളവര് അവരുടെ ജീവിതം ഇങ്ങനെ വിഷമിച്ച് നിരാശ കൊണ്ട് കഴിയുകയാണ്. ഇതിന് ജ്യോതിഷത്തില് എന്താണ് ഒരു പരിഹാരം? ഈ ചൊവ്വ ഇത്ര ദോഷകാരി ആണോ? ചൊവ്വ ചില സ്ഥാനത്ത് ദോഷകാരിയാണ്. അല്ലാതെ പൊതുവിൽ ചിന്തിക്കുമ്പോൾ ചൊവ്വ ശുഭകരമായ ഒരു ഗ്രഹം കൂടിയാണ്. എന്നാൽ ചൊവ്വയ്ക്ക് മാരകമായ ചില സ്വഭാവവിശേഷങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ഈ വിവാഹ ജീവിതത്തിൽ ചൊവ്വാദോഷമുണ്ട് എങ്കിൽ അതിന് പരിഹാരമായിട്ട്
സ്ത്രീയുടെ ജാതകത്തിലും അതേ സ്വഭാവത്തിൽ ചൊവ്വാദോഷം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണമായിട്ട് 7-ാമിടത്ത് ചൊവ്വ പുരുഷനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 7-ലോ 8-ലോ സ്ത്രീക്ക് ചൊവ്വയുടെ ദോഷം ഉണ്ടായിരിക്കുന്നത് ഉത്തമമാണ്. 7-ാം ഭാവം ഭാര്യാഭർത്തൃസ്ഥാനവും സ്ത്രീക്ക് അഷ്ടമം എന്ന് പറയുന്ന മംഗല്യസ്ഥാനവുമാണ്. അപ്പം പുരുഷൻ 7-ാമിടത്ത് ചൊവ്വാദോഷം ഉണ്ട് എങ്കിൽ സ്ത്രീക്ക് അഷ്ടമത്തിൽ 7-ലോ 8-ലോ ചൊവ്വയുടെ ദോഷം ഉണ്ട് എങ്കിൽ അതിന് പരിഹാരമാകും. എന്ന് വെച്ചാൽ ദോഷത്തോട് സങ്കലിച്ച് അതില്ലാതാകുന്ന ഒരവസ്ഥ. ചൊവ്വായ്ക്ക് മറ്റൊരു സംഗതിയുള്ളത്, ചൊവ്വായുടെ സ്വല്പം കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. സത്വം ഭൂഫലിതം സഹോദരഗുണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം ച മഹാനസഗ്നി കനകജ്ഞാത്യസ്ത്രചോരാൻ ചുവൂൺ ഉത്സാഹം പരകാമനീരതി അസക്തോക്തിം മഹീജാദ്യുതേ ധീര്യം ചിത്ത സമുന്നതിം ച കലിശം. അപ്പൊ ചൊവ്വായ്ക്ക് സത്വം ബലപ്രയോഗം ഉണ്ടായിരിക്കുക, ക്രാവുര്യം കോപം ഉണ്ടാവുക, കാലുഷ്യം എന്തെന്നില്ലാത്ത വെറുപ്പുണ്ടാവുക, വിദ്വേഷം ഉണ്ടാവുക, അതുപോലെ തന്നെ വഴക്കിൽ താല്പര്യം ഉണ്ടാവുക, ഇങ്ങനെ പല വിധത്തിലുള്ളതായ പല ദുർസ്വഭാവങ്ങളും ചൊവ്വായ്ക്കുണ്ട്. അതിൻ്റെ നന്മ കൂടാതെ ഈ ദുർസ്വഭാവങ്ങളുണ്ട്. ഈ ദുർസ്വഭാവങ്ങൾ നമ്മുടെ വിവാഹ ജീവിതത്തെ കയറി ബാധിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ചൊവ്വാദോഷ പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ആ ചൊവ്വായുടെ ദോഷപരിഹാരം കിട്ടാതെ നമ്മൾ മറ്റു രീതിയിൽ ചിന്തിക്കുന്നത് കുറുക്ക് വഴി കയറുന്ന ചില മാർഗങ്ങളാണ്. അതൊരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് ശാസ്ത്ര നിയമപ്രകാരം പറയുന്ന വിധി അനുസരിച്ച് ചൊവ്വാദോഷത്തോടു കൂടിയ ജാതകങ്ങളെ പരസ്പരം സ്വീകരിക്കാവൂ. ചൊവ്വാദോഷത്തിന് പരിഹാരം, ചൊവ്വായുടെ ദേവതയെന്ന് പറയുന്നത് ഭൗമകുമാരസ്മൃത ചൊവ്വയെ സുബ്രഹ്മണ്യനെ ചിന്തിക്കണമെന്നാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ഭജനവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധന നടത്തുകയും ഷഷ്ഠി മുതലായ ആചാരക്രമങ്ങൾ നടത്തുകയും ഭഗവാനെ നിരന്തരമായിട്ട് ഭജിക്കുകയും ചെയ്യുന്നത് ഉത്തമമായ മാർഗമാണ്. പിന്നെ ചൊവ്വായ്ക്ക് മറ്റൊരു സംഗതിയുള്ളത്, സ്ത്രീ സ്വഭാവ രീതി കൂടി സ്ത്രീരാശികളിൽ നിൽക്കുന്ന ചൊവ്വായ്ക്ക് ഭദ്രയുടെ ഒരു സ്വഭാവം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേവീസ്ഥാനങ്ങളിൽ ആരാധന നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. സ്വാമി, വിവാഹം കഴിഞ്ഞവർക്ക് സന്താനലബ്ധി, കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഒരു ഭാഗ്യവും ഒരു സന്തോഷവും. അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാവാതെ വെച്ചാൽ 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അതിന് എന്താണ് ഈ ജ്യോതിഷപ്രകാരമുള്ള ഒരു പരിഹാരം? ഈ സന്താനങ്ങൾ ഉണ്ടാകാത്തതിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് അതിന് പരിഹാരങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ അതിന് പരിഹാരങ്ങൾ ക്രമമായിട്ട് ചെയ്യുകയും ചെയ്യുക. ജ്യോതിഷപ്രകാരം സന്താനങ്ങൾക്ക് പുരുഷന്മാർക്ക് 5-ാം ഭാവം കൊണ്ടും സ്ത്രീകൾക്ക് 5-9 ഭാവങ്ങൾ കൊണ്ടും ഈ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളുടെ ബലമായ നിലയുറപ്പോ സ്ഥാനമോ ഉണ്ട് എങ്കിൽ സന്താന സൗഭാഗ്യത്തിന് കുറവുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കും. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ചില കാര്യങ്ങളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. പരിഹാരമെന്ന് പറഞ്ഞാൽ ജ്യോതിഷവും പൂജാവിധിയുടെ ചില ഭാഗങ്ങളും കൂടി ആശ്രയിച്ചിട്ട് 5-9 ഭാവങ്ങളിലുള്ള പാപഗ്രഹങ്ങളെ ആവാഹിച്ചു മാറ്റുക, അതൊരു പരിഹാരമാണ്. പിന്നീട് പ്രശ്നങ്ങളും മറ്റും ചിന്തിച്ചിട്ട് ഇവർക്ക് ജാതകത്തിലോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് സംഭവിച്ചിട്ടുള്ള സന്താന സൗഭാഗ്യത്തിന് ഹാനികരമായിരിക്കുന്ന ഭാവഗ്രഹം, വിശേഷിച്ച് 5-9 പ്രശ്ന ആരൂഢത്തിൻ്റെ 5-9 ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പാപഗ്രഹങ്ങളെ പൂജയിൽ കൂടി കർമ്മത്തിൽ ആവാഹിച്ച് മാറ്റിയിട്ട് അത് മറ്റെവിടെങ്കിലും കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം ക്രമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാക്രമത്തിൻ്റെ ഭാഗം എന്താണോ അതും കൂടി അനുഷ്ഠിക്കുമ്പോൾ മരുന്നും മന്ത്രവും എന്നുള്ള ചൊല്ലനുസരിച്ച് ഇവരുടെ അത് മുതൽ പൂജയ്ക്ക് ശേഷം, ഈ ആവാഹനത്തിന് ശേഷം ചെയ്യുന്ന മരുന്നിന് ഫലപ്രാപ്തി ഉണ്ടായി സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ്.
ഇത് ഞാൻ പൂജയിൽ കൂടി ഈ കർമ്മങ്ങൾ നടത്തുകയും ഈ 5 9 ഭാവങ്ങളിലും പാപഗ്രഹങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പാപഗ്രഹങ്ങളെ മാറ്റി അങ്ങനെ ചെയ്ത് ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. രാമകൃഷ്ണസ്വാമി, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ നീക്കാൻ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം ഒത്തിരി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജോലി ലഭിക്കാനും നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുന്നുണ്ട്. ഇതിന് ജ്യോതിഷ സംബന്ധമായി ജോലി ലഭിക്കാനും അതിന് തടസ്സം ഉണ്ടെങ്കിലുള്ള പരിഹാരത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? ജോലി സംബന്ധമായ തടസ്സങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ജാതകവശാൽ 10ാം ഭാവാധിപന്റെ സ്ഥിതിയും അതിന് പാപബന്ധമോ പാപസ്ഥിതിയോ ഉണ്ടെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള വഴിപാടുകളോ പൂജാകാര്യങ്ങളോ ചെയ്ത് പരിഹാരം ആ 10ാം ഭാവാധിപന്റെ ദോഷത്തിന് പരിഹാരം കണ്ടെത്തി അതിന് പൂജയും ക്ഷേത്രാചാര കർമ്മങ്ങളും ചെയ്യുമ്പോൾ ജോലി ലഭിക്കുന്നതാണ്. ഈ കർമ്മങ്ങൾ നടത്തിയതിന് ശേഷം ചില ദേഹരക്ഷകൾ പ്രയോജനപ്രദമാകുന്നതാണ്. മഹാസുദർശന യന്ത്രം, വാരാഹി യന്ത്രം, മഹാലക്ഷ്മി യന്ത്രം, അഘോരയന്ത്രം, സരസ്വതി യന്ത്രം മുതലായ യന്ത്രങ്ങൾ. അതുകൊണ്ടൊക്കെ തന്നെ ഭഗവാന്റെ ചില യന്ത്രങ്ങൾ, ശ്രീകൃഷ്ണസ്വാമിയുടെ ചില യന്ത്രങ്ങളും മറ്റും ധരിക്കുന്നത് ഉത്തമമായ കാര്യങ്ങളാണ്. അവരുടെ ജോലിക്ക് ഇത് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. സ്വാമി, ഈ കുടുംബ ഐശ്വര്യത്തിന് ഈ യന്ത്രങ്ങൾക്കുള്ള പ്രാധാന്യം ഒന്ന് വിശദീകരിക്കാമോ? കുടുംബൈശ്വര്യത്തിന് വീട് 2 പ്രാവശ്യം വൃത്തിയായി സൂക്ഷിക്കുകയും വീടിൻ്റെ 4 മൂലയ്ക്കും മുൻവശത്തുമായിട്ട് യന്ത്രങ്ങൾ എഴുതി സ്ഥാപിക്കുകയും വിശേഷിച്ച് വീടിൻ്റെ മുൻവശത്ത് മഹാലക്ഷ്മി യന്ത്രം, മഹാസുദർശന യന്ത്രം മുതലായ യന്ത്രങ്ങൾ എഴുതി സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും ഗ്രഹൈശ്വര്യത്തിന് ഉതകുന്നതായ കാര്യങ്ങൾ സംസിദ്ധമാകുന്നതാണ്. സ്വാമി, അതുപോലെ തന്നെ നമ്മുടെ പല വീടുകളിലും പല വീട്ടമ്മമാരും ഗ്രഹനാഥന്മാരും പറയുന്ന ഒരു പരാതി തന്നെയാണ് ഇപ്പോഴും. ധനം കയ്യിൽ നിൽക്കുന്നില്ല. എത്ര പണം കൊണ്ടുവന്നാലും പെട്ടെന്ന് ചെലവായി പോകുന്നു. ഇതിന് ജ്യോതിഷപ്രകാരമുള്ള പരിഹാരം ഒന്ന് പറയാമോ? ജീവിതത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. പിന്നെ ചില യന്ത്രങ്ങൾ ഇത് സഹായിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. മഹാസുദർശനം യന്ത്രം എഴുതി വിളക്ക് കത്തിക്കുന്നിടത്ത് സ്ഥാപിച്ച് നിത്യവും ആരാധന നടത്തുക. വീടിൻ്റെ മുൻവശത്ത് മഹാലക്ഷ്മി യന്ത്രം എഴുതി സ്ഥാപിക്കുക. വീടിൻ്റെ 4 മൂലയിലും സുദർശനചക്രം എഴുതി സ്ഥാപിക്കുക. ഇതൊക്കെ ധന ഐശ്വര്യത്തിനും ധനം നിലനിൽക്കുന്നതിനും ഉത്തമമായ കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സ്വാമി, അതുപോലെ തന്നെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ജ്യോതിഷം കൊണ്ടുള്ള ഉപകാരം എന്താണ്? അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയോടുള്ള ഒരു ഉപദേശം എന്താണ്? ഒന്ന് പറയാമോ? വളർന്നു വരുന്ന തലമുറ തീർച്ചയായിട്ടും ജ്യോതിഷത്തിലെ സൽഭാവങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് നല്ലതായ ഒരുപാട് ജീവിതക്രമങ്ങൾ ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപദേശിക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സ്വാമി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സ്വാമിയുടെ ഒന്ന് പരിചയപ്പെടുത്താമോ സ്വയം? എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ വള്ളികുന്നം വില്ലേജിൽ വള്ളികുന്നം കിഴക്കേ അറ്റം മാതാ അമൃതാനന്ദമയി സ്കൂളിന് വടക്ക് വശത്ത് 1/2 കിലോമീറ്റർ വടക്ക് വശത്താണ് എൻ്റെ താമസം. 10-50 വർഷം കൊണ്ട് ജ്യോതിഷവും അതുകണക്ക് തന്നെ പൂജയും കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അല്പം ആത്മീയമായ മാർഗങ്ങളിൽ കൂടിയാണ് എൻ്റെ സഞ്ചാരം. ഞാൻ ഒരു ദിവസം 1 മണിക്കൂർ പറയാതെ ധ്യാനത്തിലിരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജീവിതത്തിന് ഏതായാലും ഇവിടം കഴിഞ്ഞാൽ പോകുന്നിടത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു നന്മ ഉണ്ടായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭക്തിമാർഗം കൂടി സ്വീകരിച്ചു പോരുന്നത്.
അടുത്ത് വരുന്ന തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജ്യോതിഷത്തിൽ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ യാതൊരു വിധ കുഴപ്പങ്ങളുമില്ല. അതുകണക്ക് തന്നെ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് കാത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവീശ്വരനായ ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചുകൊള്ളുന്നു. രാമകൃഷ്ണൻ ചേട്ടൻ്റെ വിശദീകരിച്ചെല്ലാം പറഞ്ഞു തന്നല്ലോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ കഴിയുന്ന ചോദ്യങ്ങളും അദ്ദേഹത്താൽ കഴിയുന്ന ഉത്തരങ്ങളും പറഞ്ഞു. അപ്പം എൻ്റെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ എന്ന് നിങ്ങളുടെ സ്വന്തം രാജേന്ദ്രൻ വള്ളികുന്നം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.